അങ്ങനെ ക്രിസ്മസിന് പുൽക്കൂട് ഉണ്ടാക്കണ പരിപാടി തുടങ്ങിയിട്ടാ. ഡാഡിയാണ് പുൽക്കൂട് ഉണ്ടാക്കണ മെയിൻ ആൾ. സഹായിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലും രേഷ്മയാണ് കൂടുതൽ സഹായിച്ചേട്ടാ. രേഷ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് നൈസായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്യാൻ തുടങ്ങിയേട്ടാ. ഞങ്ങൾ എല്ലാ കൊല്ലവും ഡിസംബർ 24 വൈകിട്ടാണ് പുൽക്കൂടിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങണേട്ടാ. പുൽക്കൂട് കഴിഞ്ഞ വർഷം മേടിച്ചത് തന്നെയാണ് ഇത്തവണയും വെച്ചേക്കുന്നേട്ടാ. പിന്നെ ഇടയ്ക്ക് വൈനും കേക്കും വന്നു. ക്രിസ്മസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് വൈനും കേക്കും ആണല്ലോ. അങ്ങനെ സ്റ്റാറും ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാ. അങ്ങനെ സ്റ്റാറും ലൈറ്റൊക്കെ ഇട്ടപ്പോൾ സംഭവം അടിപൊളിയായിട്ടാ. സ്റ്റാർ ഈ പ്രാവശ്യം 3 അങ്ങോട്ടിട്ട് ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച്. കുഞ്ഞവിടെ ചെറിയ ചെറിയ സഹായങ്ങളും ചിരിയും കളിയൊക്കെ ആയിട്ട് ഓടി കിടക്കണായിരുന്നിട്ടാ. അങ്ങനെ പുൽക്കൂട് ഏകദേശം സെറ്റാവാറായി. പുൽക്കൂടിനകത്ത് വയ്ക്കണ ഉണ്ണീശോയുടെ സെറ്റ് ഈ പ്രാവശ്യം പുതിയത് വാങ്ങിച്ചിട്ടാ. കുഞ്ഞതെടുത്ത് ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കണായിരുന്നിട്ടാ. ബലൂണും ഇത്തവണ കുറച്ചധികം മേടിച്ച് കുഞ്ഞ് ഓരോന്നായിട്ട് അപ്പാപ്പയ്ക്ക് എടുത്തു കൊടുത്തോണ്ടിരിക്കുക കേട്ടാ, പുൽക്കൂടിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പുൽക്കൂട് സെറ്റ് ചെയ്ത് ഏകദേശം കഴിയാറായിട്ടാ. അപ്പോൾ ദേ ഇതാണ് ഫൈനൽ പുൽക്കൂട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പോൾ ദേ ഇതാണ് പുൽക്കൂടിൻ്റെയും ഡെക്കറേഷൻ്റെയും മൊത്തത്തിലുള്ള വ്യൂ കേട്ടാ. ഇത്തവണ ബലൂൺ കുറച്ച് അധികം മേടിച്ചിട്ടുണ്ട് ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അടിപൊളിയായില്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയി പാതിരാ കുർബാനയ്ക്ക്. ദേ ഇതാണ് ഞങ്ങളുടെ ഇടവക പള്ളി കേട്ടാ, സെൻറ്റ് മൈക്കിൾസ് ചർച്ച്. അങ്ങനെ ഞങ്ങൾ പാതിരാ കുർബാനയൊക്കെ കൂടി തിരിച്ച് വീട്ടിൽ പോയി. പുൽക്കൂടിൻ്റെയും ഡെക്കറേഷൻ്റെയൊക്കെ പകലെടുത്ത വീഡിയോ കാണിച്ചു തരാട്ടാ. ദേ ഇതാണ് പുൽക്കൂടും ഡെക്കറേഷനും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ടാറ്റാ.